ഹലോ എവ്രി വൺ. ഇത് ഞാൻ എൻ്റെ മുത്തുമണിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ, സ്മോക്കിക്ക് വേണ്ടി മേടിച്ചതാണ്. ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് വേണ്ടി മേടിച്ചതാണ്. ഇനി കഴുത്തിലിട്ട് കൊടുക്കാനുള്ളതാണ്. ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ അവൾക്ക് കുറച്ച് സിപ്പപ്സ് ട്രീറ്റും മേടിച്ചു, അവളുടെ ഫുഡ്. പിന്നെ പുതിയൊരു കോളർ മേടിച്ചു കേട്ടോ അവൾക്ക്, അത് മേടിച്ചു. പിന്നെ അവളുടെ ലിറ്റർ ബോക്സ്, റീഫിൽ, സാൻഡ് അതെല്ലാം മേടിച്ചു. എങ്ങനെയാണ് ഇന്നത്തെ പർച്ചേസിങ് വിശേഷങ്ങൾ? എന്തുവാ ഇവിടെ ദേ അവൾക്ക് പുതിയ കോളർ മേടിച്ചു കേട്ടോ. കാണിക്കട്ടെ ദേ ഇങ്ങനത്തെ ഉണ്ടോ, ക്യൂട്ട്. അത് കിട്ടിയിട്ട് കിടക്കുക. എപ്പോഴും ഞാനിപ്പോൾ കട്ടിലേക്ക് വിളിച്ചിട്ടേ ട്രീറ്റ് കൊടുക്കും, അവളുടെ ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ ഓടിങ്ങ് വന്നു. ബിസ്ക്കറ്റ് കൊടുക്കണം, ബിസ്ക്കറ്റ് കൊടുക്കട്ടെ. കഴിക്കുക. ഷീസ് ഹാവിങ് ദ ബിസ്ക്കറ്റ്. ഓക്കെ, ഇതാണ് അവളുടെ കോളർ, പുതിയതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പർച്ചേസിങ് വിശേഷങ്ങൾ കുഞ്ഞേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ, മുത്തുമണിയുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഇനി അവൾക്ക് സ്നാക്സ് മേടിക്കണം. അതായത് ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്നും കൂടി മേടിച്ച് വെക്കണം. അത് മാത്രം കിട്ടിയില്ല. പിന്നെ ഡ്രൈ ഫ്രൂട്ട് അവൾക്ക് മാറ്റണം, ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാലേ പറ്റത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തന്നെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കിലോയുടെ ബിസ്ക്കറ്റ്സ് മാത്രമേ മേടിച്ചുള്ളൂ. ബാക്കിന് വഴിയെ മേടിക്കാം. ബാക്കിയൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. അവൾക്ക് ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു കോളറൊക്കെ മാറ്റണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉറങ്ങട്ടെ. ഇനി ബെഡെല്ലാം ശരിയാക്കണം, ശരിയാക്കിയിട്ട് വേണം കിടക്കാൻ. ഇത് കണ്ടോ, കിടക്കുക അങ്ങനെ. ഓക്കെ, ബൈ ബൈ എവ്രി വൺ, ഗുഡ് നൈറ്റ്.